ഇയാനി ക്രിയേഷൻസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ എങ്ങനെയൊക്കെ ചുരിദാർ സ്റ്റിച്ച് ചെയ്താലും നമ്മുടെ ആം ഹോളിന്റെ ഭാഗത്ത് ചുളിവുകൾ വരും അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് ആ ചുളിവുകളൊക്കെ മാറ്റി നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് നിങ്ങൾ കേൾക്കുന്നതാണിത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് നിറത്തില് സബ്സ്ക്രൈബ് എന്നെഴുതിയിട്ടുണ്ടാവും. അതിലൊന്ന് ഇപ്പൊ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതോടൊപ്പം തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാൽ മാത്രമല്ലേ എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസും ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണ്ട, ചെയ്യാത്തവര് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. പിന്നെ അടുത്ത ഞായറാഴ്ച ലൈവിന്റെ കാര്യം ആരും മറക്കേണ്ട, വൈകിട്ട് 4 മണിക്ക്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ലൈവ് ചെയ്തായിരുന്നു, കുറെ പേർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് കമന്റ് ഉണ്ടായിരുന്നു. അത് സാരമില്ല, നമുക്ക് എന്തായാലും ഈ അടുത്ത ഞായറാഴ്ച മീറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ആം ഹോളിന്റെ, അതായത് കൈക്കുഴി പെർഫെക്റ്റ് ആയിട്ട് വരുവാനായിട്ട് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അത് കുറെ പേർക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കയറി ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. അതിപ്പോ ഏകദേശം ഒരു 8 ലക്ഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു, കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ലേ. അപ്പോൾ ഇന്ന് വേറൊരു ട്രിക്കാണ്. എല്ലാ ട്രിക്കുകളും കൂട്ടി വരുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്കൊരു ചുരിദാർ ചുളിവുകളൊന്നും ഇല്ലാതെ ചെയ്യാട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സാധാരണ ചുരിദാർ മടക്കില്ലേ, അതുപോലെ തന്നെ ചുരിദാർ ഒന്ന് മടക്കി ഇടുക, 4 ആക്കി. അപ്പൊ ഞാനിപ്പോ ടോപ്പ് ഇതുപോലെ 2 ആക്കി മടക്കിയിട്ടു. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതില് മാർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ നെക്കിന്റെ വീതിയില്ലേ. അപ്പൊ നമ്മൾ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എത്ര വീതിയാണ് എടുക്കുന്നത് അത് ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പൊ ഞാനെപ്പോഴും 3 ഇഞ്ചാണ് എടുക്കുന്നത്, അത് ഇതുപോലെ മാർക്ക് ചെയ്തു. സാധാരണ ഞാൻ ചാനൽ കാണിക്കുമ്പോൾ ആദ്യമേ നമ്മൾ ഷോൾഡറിന്റെ പകുതി മാർക്ക് ചെയ്യും. ഇതിലങ്ങനെയല്ല, ഫസ്റ്റ് നെക്ക് വീതി എത്രയാണ് എടുക്കുന്നത് അത് ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ കറക്റ്റ് ഒരു അളവ് ചുരിദാർ ഇതുപോലെ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഒരു അളവായിട്ടൊരു ചുരിദാർ ഉണ്ടാവും. അതില് ഈ വീതിയില്ലേ, ഈ ഷോൾഡർ വീതിയില്ലേ, അപ്പൊ നമുക്കിതിന് നല്ല വശം എടുക്കാം. ഇതിന്റെ ഈ ഷോൾഡർ വീതിയുടെ അളവാണ് നമ്മൾ എടുക്കുവാൻ പോകുന്നത്. അപ്പൊ ഈ ഷോൾഡർ വീതിയുടെ അളവെടുക്കുവാനായിട്ട് ഇവിടെ നമ്മുടെ സ്ലീവിന്റെ ജോയിന്റ് വന്നിരിക്കുന്ന ഭാഗമാണിത്. ആ അറ്റത്ത് ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക. ഇതിപ്പോ 2 ഇഞ്ച് ഉണ്ട്. ഓക്കെ, അതിനെ കൂടി നമുക്ക് 3/4 ഇഞ്ച് സീം അലവൻസ് വേണം. ഒരു 1/4 ഇഞ്ച് ഇവിടെ നമുക്ക് നെക്ക് ഒടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് പോകും. പിന്നെ ബാക്കിയുള്ള 1/2 ഇഞ്ച് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണ്ടേ. അപ്പോൾ ടോട്ടൽ ഇതിന്റെ ഇഞ്ച് 2 ഇഞ്ചായിരുന്നു. അതിനെ കൂടി ഞാനൊരു 3/4 ഇഞ്ച് കൂട്ടുവാണ് കേട്ടോ. കറക്റ്റ് 2.75 ഇഞ്ച്. അപ്പോൾ 2.75 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കറക്റ്റ് ഷോൾഡറിന്റെ പകുതി. നമ്മൾ 7 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും വീതി, ചിലപ്പോൾ ചില ആൾക്കാർ 3 ഇഞ്ചൊക്കെ വീതി എടുക്കാറുണ്ട്. അപ്പോൾ വീതിയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ഓരോ ഫാഷൻ ചുരിദാറൊക്കെ വരുമ്പോൾ കുറക്കാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ആ ആം ഹോളൊക്കെ നല്ല പക്ക ഫിനിഷ് ആയിട്ട് കിട്ടും. നല്ല വണ്ണമുള്ളവരൊക്കെ ഇവിടെ വീതി 3 ഇഞ്ച് എടുക്കുക, അതിൽ കൂടി 3/4 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ട് 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോൾഡർ എത്തില്ല. ഇനി ഈ പോയിന്റിൽ നിന്നായിരിക്കണം നമ്മുടെ ആം ഹോളിന്റെ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അതൊക്കെ 6.5 ഇഞ്ചാണ് ആം ഹോളിന്റെ ലെങ്ത്. അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മളുടെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ ചെസ്റ്റ് റൗണ്ടിന്റെ 1/4 ഭാഗം പ്ലസ് 2 ഇഞ്ച്. അപ്പൊ ഞാനപ്പോ 11 ഇഞ്ചില് കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ ആം ഹോൾ നന്നായിട്ട് കുഴിച്ചു വരക്കാം. അതിന് ടേപ്പ് ഇതുപോലെ, ഇപ്പോൾ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ നിങ്ങൾ എടുക്കാം കേട്ടോ. അപ്പൊ എല്ലാത്തിലും നമ്മൾ ഇതല്ലേ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇതില്ലാത്തവർക്കും ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ടേപ്പ് എടുക്കാം. ഈ എഡ്ജില്ലേ അവിടെ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് 1 ഇഞ്ചിൽ ഇതുപോലെ ഒരു മാർക്കിംഗ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ആ പോയിന്റിലേക്ക് ഇതുപോലെ കൊണ്ടുവന്നെത്തിച്ചു. എന്നിട്ട് നേരെ ഇതിങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക. ഇനി വീണ്ടും ഒരു 1/2 ഇഞ്ച് താഴെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് തന്നെ വീണ്ടും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് ആ 1/2 ഇഞ്ചിലേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ചെയ്യാൻ പോണെന്ന് ശ്രദ്ധിക്കുക, നേരെ നമ്മൾ ഈ ഒരു ലൈനിലേക്കല്ല കയറ്റേണ്ടത്. അതായത് ഇതുപോലെ ഇങ്ങനെ വന്ന് കുറച്ച് ഭാഗം ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത്
നേരെ മുകളിലേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ആം ഹോൾ കർവ് വെച്ചിട്ടൊന്ന് നോക്കാം, കറക്റ്റ് ആണോ നമ്മൾ ഈ വരച്ചിരിക്കുന്നതെന്ന് നോക്കണ്ടേ. അപ്പൊ ഞാൻ ആം ഹോൾ കർവ് വെക്കുവാണേ. ഇതാ കണ്ടില്ലേ, നമ്മള് കറക്റ്റ് ആ ലൈനിൽ കൂടി തന്നെയാണ് ഇതുപോലെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം മേടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഇതുപോലത്തെ പാടില്ല. കറക്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് വരച്ചെടുത്ത് കട്ട് ചെയ്താൽ മതി. ഇനി ഞാൻ എപ്പോഴും എടുക്കുന്ന ഷോൾഡറിന്റെ പകുതി കാണിച്ചു തരാം. ഇതാ 7 ഇഞ്ചാണ് നമ്മളെപ്പോഴും ടോട്ടൽ ഷോൾഡറിന്റെ പകുതിയാണ് മാർക്ക് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, 7 ഇഞ്ച് വരുമ്പോ ഇവിടെ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയേ. ചിലപ്പോൾ ഞാനപ്പോ ചുരിദാർ കട്ട് ചെയ്യുമ്പോഴേ കുറച്ച് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയും. ഇനിയിപ്പോ അതിന്റെ ആവശ്യം വരില്ലല്ലോ. നമ്മളെ കറക്റ്റ് അളവിലുള്ള ഒരു ചുരിദാർ എടുത്തിട്ട് ഈ ലെങ്ത് എടുക്കുക, ഈ ഒരു വിട്ട് എടുക്കുക, ഷോൾഡർ വിട്ട് എടുക്കുക, അതിനെ കൂടി ഒരു 3/4 ഇഞ്ച് സീം അലവൻസ് എടുത്തിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ എന്താ പറ്റിയാന്നറിയോ, നമുക്കിവിടെ ചുളിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ കറക്റ്റ് നമ്മുടെ ബോഡി ഫിറ്റ് ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി അടുത്തൊരു ചുരിദാർ കട്ട് ചെയ്യാൻ നേരത്ത് ഈ ട്രിക്ക് ഉപയോഗിച്ച് ആം ഹോളിൽ ചുളിവ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് എനിക്ക് കമന്റ് എടുക്കണം കറക്റ്റ് ആയിട്ട് വന്നോ ഇല്ലയോ എന്ന്. നമ്മളൊരു ബ്ലൗസ് തയ്ക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരു 7 ഇഞ്ചില് ഷോൾഡർ വെക്കില്ലല്ലോ. നമ്മൾ ഇതുപോലെ ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ചൊക്കെ വെക്കുള്ളൂ. ബ്ലൗസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മളുടെ ബോഡിയുമായിട്ട് അത്ര ടൈറ്റ് ആയിരിക്കും. ചുരിദാർ ആവുമ്പോൾ നമുക്ക് 5-5.5 ഇഞ്ചിലൊന്നും ഷോൾഡർ എടുക്കാതെ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ആം ഹോൾ നല്ല പെർഫെക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ഇനി ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ സ്ലീവിന്റെ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീവിനൊക്കെ കൊടുക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറിയിട്ട് പ്ലേലിസ്റ്റിൽ നോക്കുക. സ്ലീവ് ടൈറ്റിൽ നിങ്ങൾക്ക് ആ ക്യാപ്ഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, അത് കഴിഞ്ഞു. നമുക്ക് നാളെ രാവിലെ 6:30 മണിക്ക് ഇതിലും നല്ല അടിപൊളി ഒരു ട്രിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു കുക്കിങ്ങോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നാളെ കാണാം. താങ്ക്